Hi dears, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ. വളരെ ടേസ്റ്റാണ് ഇത് കഴിക്കാൻ, അതുപോലെ തന്നെ ഇത് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുമുണ്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്നൊന്ന് നോക്കാം. അപ്പോൾ അതാ ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഒരു 10-12 ചെറിയ ഉള്ളി, അതുപോലെ കുറച്ച് കറിവേപ്പില, ഒരു 6-7 വെളുത്തുള്ളി, ഒരു 7 വറ്റൽമുളക്, അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഉണ്ടല്ലോ 2 പീസ് കുടംപുളി. ഈ വറ്റൽമുളക് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് കാശ്മീരി ചില്ലിയാണ്. അപ്പോൾ കാശ്മീരി തന്നെ വേണമെന്നില്ല, ഞാൻ ഒരുപാട് സ്പൈസി ഇവിടെ ആർക്കും ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ കാശ്മീരി മുളകും അതോ സാധാരണ മുളകും കൂടി മിക്സ് ചെയ്തിട്ട് വേണേൽ അങ്ങനെ എടുക്കാം. പിന്നെ ഞാനിവിടെ വെളുത്തുള്ളി ഒരു 10-12 അല്ലി എടുത്തിട്ടുണ്ട്. അത് ചെറുതായതുകൊണ്ടാണ് കേട്ടോ. വലിയ വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു 7 എണ്ണമൊക്കെ എടുത്താൽ മതിയാവും. ഈ ഒരു ചമ്മന്തി നമ്മൾ ഉണ്ടാക്കുന്നത് ചുട്ടെടുത്തിട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിന് ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പോൾ അത് ഞാനൊരു പപ്പടം വറുക്കുന്ന ഒരു കോല എടുത്തിട്ടുണ്ട്. അതുപോലെ ഇതേ ഉള്ളി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഇങ്ങോട്ട് നീക്കിയിട്ട് വേണം ആദ്യത്തെ ഉള്ളി വെച്ച് കൊടുക്കാൻ. കാരണം വല്ലാണ്ട് അങ്ങ് തീയാവുമ്പോൾ നമ്മളെ കൈ പൊള്ളിപ്പോവും. അതുകൊണ്ട് കുറച്ച് നീക്കിയിട്ട് വേണം അതുപോലെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം അതിന് മേലെ വെച്ചിട്ട് ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. അധികം കരിഞ്ഞു പോകരുത്, ഒന്നിങ്ങനെ തിരിച്ച് പിടിച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ചെറിയ അടുപ്പിൽ നിന്ന് ഒന്ന് വലിയ അടുപ്പിലേക്ക് മാറ്റി കൊടുത്താണ് കേട്ടോ, ഉള്ളി പെട്ടെന്ന് തന്നെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മളുടെ ഈ ഒരു ഉള്ളി ഇതുപോലെ വേണം വേവിച്ചെടുക്കാനായിട്ട്, ചുട്ടെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഒരുപാട് സമയം വെച്ച് കത്തിച്ചിരുന്നാൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ അതെന്തായാലും ശ്രദ്ധിക്കണം. ഇനി ഇത് ഒരു നല്ല ചൂടുണ്ട്, അതുകൊണ്ട് നിങ്ങളൊരു കത്തി വെച്ചിട്ടോ എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിയെടുത്തതിന് ശേഷം ബാക്കിയുള്ള ഉള്ളിയും കൂടെ നമുക്കിതുപോലെ തന്നെ ചുട്ടെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ ഉള്ളിയൊക്കെ ഫുള്ളായിട്ട് തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. 2 ട്രിപ്പായിട്ടാണ് കേട്ടോ ചുട്ടെടുത്തത്. ഇനി നമുക്കതുപോലെ തന്നെ നമ്മുടെ വറ്റൽമുളകൊന്ന് ചുട്ടെടുക്കണം. ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് അങ്ങ് ഇതിന്മേൽ കോർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം. അത് ചുട്ടെടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പെട്ടെന്ന് തന്നെ മുളക് കരിഞ്ഞു പോകും. അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ചുട്ടെടുക്കാനായിട്ട്. അതിങ്ങനെ കത്തിപ്പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ കരിയാതെ വേണം ചുട്ടെടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ചമ്മന്തിയുടെ ടേസ്റ്റ് അങ്ങനെ മാറിപ്പോട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ തീയൊന്ന് കൂടി വരുമ്പോണ്ടല്ലോ അത് അതുപോലെ ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്താൽ മതിട്ടോ. ഒന്ന് അങ്ങ് കത്തിപ്പിടിക്കും മുളകായതുകൊണ്ട്. അപ്പോൾ പേടിക്കാനൊന്നുമില്ല. ഒന്നിങ്ങനെ തിരിച്ച് ഫ്ലെയിം ഒന്ന് കൂടി വരുമ്പോൾ കുറച്ച് കൊടുത്തിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. അത്രേ വേണ്ടൂ. അപ്പോൾ അത് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു ഇടികല്ലാണേ. ഞാനിപ്പോൾ ഒരു ഇടികല്ല് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആദ്യം നമ്മളുടെ കുടംപുളി ഇല്ലേ, 2 അല്ലി കുടംപുളി എടുത്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് ഇടിച്ച് അതിലിട്ടൊന്ന് അങ്ങ് ചതച്ചെടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ ചതച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ കുടംപുളി ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും രണ്ടും കൂടെ നന്നായിട്ട് തന്നെ ഒന്നങ്ങ് ചതച്ചെടുക്കാം കേട്ടോ. വളരെ നല്ലതാണ് നമ്മൾ കുടംപുളി ഇതുപോലെ പച്ചയ്ക്കൊക്കെ കഴിക്കുന്നത്. നമ്മുടെ വയറിലെ മുറിവ് ഉണങ്ങാനും അതുപോലെ തന്നെ ദഹനത്തിനും ഒക്കെ വളരെ നല്ലതാണ്. കുടംപുളി കഴിക്കുന്നത് വളരെ നല്ലതാണ്. കൊളസ്ട്രോൾ കുറയ്ക്കാനൊക്കെ അത് നല്ലത് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും അത് അറിയുന്ന കാര്യമായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ചമ്മന്തി നമ്മൾ ചുട്ടെടുത്ത് കഴിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇഞ്ചി ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനതിലേക്ക് നമ്മുടെ വെളുത്തുള്ളിയും കൂടെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്ത് ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ചുട്ട് വെച്ചിട്ടുള്ള ഉള്ളിയില്ലേ, അത് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്നെങ്കിൽ ചതച്ചെടുക്കണം. ഇനിയിപ്പോൾ ഇതെല്ലാം അങ്ങ് ചതച്ചെടുത്തതിൻ്റെ ശേഷം ഉണ്ടല്ലോ നമ്മളൊരു മിക്സിയുടെ ജാർ എടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അതായത് നമ്മളുടെ വറ്റൽമുളകും കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം അയമോദകവും, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക്, ഉണങ്ങിയ കുരുമുളകില്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ ഈ മിക്സിയുടെ ജാറിലിട്ട്, മിക്സിയുടെ ജാർ നല്ലോണം ഉണങ്ങിയിട്ടുള്ള വെള്ളം ഇല്ലാത്തതാവണേ. അപ്പോൾ ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ അയമോദകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ സ്കിപ്പായി പോയതാണ്. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനെ ഒന്നങ്ങ് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങ് പൊടിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ പൾസ് മോഡിലിട്ടിട്ട് കേട്ടോ. ഇതുപോലെ വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് പൊടിച്ചെടുത്തതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഇല്ലേ, ഉള്ളിയുടെ ഒക്കെ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളിയുടെ ഈ ഒരു മിക്സ് അങ്ങനെ തന്നെ നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് എല്ലാം കൂടി ക്രഷ് ചെയ്തെടുത്താൽ അങ്ങ് ശരിയായി കിട്ടില്ല. അതുകൊണ്ടാണ് ആദ്യം ഞാൻ ചതച്ചെടുത്തത്. അപ്പോൾ ഇതുപോലെ വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അമ്മ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ്, അമ്മിയിലൊക്കെ ചതച്ചെടുക്കുക. ഇപ്പോഴത്തെ കാലത്ത് ആരുടെ വീട്ടിലും അമ്മയൊന്നും കാണില്ല.
പിന്നെ മിക്സിയിലിട്ടിട്ട് നമ്മളിത് അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പേസ്റ്റ് പോലെ ആക്കി കളയരുത് കേട്ടോ. ഇതിങ്ങനെ പൾസ് മോഡിലിട്ടിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. അതാണ് ഈ ഒരു ചമ്മന്തിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അത് കണ്ട ഇതുപോലെ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഇതവിടെ ഇരിക്കട്ടെ. നമുക്ക് സ്റ്റൗ ടോപ്പിലേക്ക് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാനായി ശ്രദ്ധിക്കുക. ഒരു 2 ടീസ്പൂണോളം ഉണ്ടായിക്കോട്ടെ. ഇനി അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഈ ചതച്ചെടുത്ത് വെച്ചിട്ടുള്ള നമ്മളുടെ ഈ ചമ്മന്തി ഇല്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ജസ്റ്റ് ഇതൊക്കെ എല്ലാം കൂടി ഒന്നങ്ങ് വാടി വരണം. നമ്മൾ ഉള്ളിയും മുളകും മാത്രമേ നമ്മൾ ഇതിൽ നിന്ന് വാട്ടിയെടുത്തിട്ടുള്ളൂ, ചുട്ടെടുത്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഒന്ന് ഈ വെളിച്ചെണ്ണ കിടന്ന് ഒന്ന് അങ്ങ് വാടി വരണം. ഉപ്പ് കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്ത് ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കി മിക്സ് ചെയ്തെടുക്കുക. ഒരു 2-3 മിനിറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി, മരുന്ന് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് വയറിലെ കൊഴുപ്പ് കുറയ്ക്കാനും അതുപോലെ തന്നെ ദഹനശക്തിക്കൊക്കെ നല്ലതാണ് കേട്ടോ. ഇത് കഴിക്കുന്നത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. പണ്ട് കാലത്ത് പ്രസവിച്ച് കിടന്ന സ്ത്രീകൾക്കൊക്കെ ഇത് കൊടുത്തിരുന്നു എന്നാണ് പറയുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറന്നു പോകരുത്. പുതിയ വീഡിയോയുമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. Take care. Thank you for watching.